ജിംഷി ഖാലിദ് മലയാളത്തിന്റെ യുവ ചലച്ചിത്ര ഛായാഗ്രാഹകൻ. ബിജു മേനോൻ, ആസിഫ് അലി എന്നിവരെ നായകന്മാരാക്കി നവാഗത സംവിധായകനായ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ലളിത സുന്ദരമായ സിനിമ ഹിറ്റ് ചാർട്ടിൽ ഇടം കണ്ടു. മേക്കിങ്ങിലെ വ്യത്യസ്തത കൊണ്ട് വിജയം നേടിയ ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത് ജിംഷി ഖാലിദ് എന്ന ഛായാഗ്രാഹകൻ ആയിരുന്നു. അനുരാഗ കരിക്കിൻ വെള്ളം എന്ന സിനിമ കണ്ടാൽ മനസ്സിലാകും സിനിമയുടെ തിരക്കഥയുടെ താളത്തിലും ഒഴുക്കിലും അതിന്റെ രസം ചോർന്നു പോകാതെ ദൃശ്യചാരുത എത്ര മനോഹരമായാണ് ജിംഷി ഖാലിദ് എന്ന ക്യാമറാമാൻ തന്റെ ക്യാമറയിലേക്ക് പകർത്തിയതെന്ന്. വളരെ എക്സ്പീരിയൻസ് ഉള്ള പക്വതയുള്ള ഒരു ക്യാമറാമാനാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തതെന്ന് പ്രേക്ഷകരായ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കും. പക്ഷേ ജിംഷി ഖാലിദ് ആദ്യമായി ഈ സിനിമയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ചത് അനുരാഗ കരിക്കിൻ വെള്ളം എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. പ്രശസ്ത ഛായാഗ്രാഹകനായ ഷൈജു ഖാലിദിന്റെ ഇളയ സഹോദരങ്ങളാണ് സംവിധായകൻ ഖാലിദ് റഹ്മാനും ഛായാഗ്രാഹകൻ ജിംഷി ഖാലിദും. ഒരേ കുടുംബത്തിൽ നിന്നും വന്ന ഈ മൂന്ന് സഹോദരങ്ങളും വരും കാലങ്ങളിൽ സംവിധാന ഛായാഗ്രഹണ മേഖലകളിൽ മലയാള സിനിമയുടെ അഭിവാജ്യ ഘടകങ്ങളായിരിക്കുമെന്ന് തീർച്ച. കൊച്ചിയായിരുന്നു അനുരാഗ കരിക്കിൻ വെള്ളത്തിന്റെ ലൊക്കേഷൻ. ഈ സിനിമയുടെ ഏറെ ദൃശ്യങ്ങളും റോഡിലും തെരുവിലും ഒക്കെയാണ് ചിത്രീകരിച്ചിരുന്നത്. വീട്, റോഡ്, വർക്ക്ഷോപ്പ് എന്നിങ്ങനെ ആവർത്തിക്കുന്ന രംഗങ്ങൾ പ്രേക്ഷകർക്ക് മടുപ്പ് തോന്നാതെ പകർത്തുന്നതിന് ജിംഷിക്ക് സാധിച്ചു. സിനിമയുടെ മൂഡിന്റെ താളത്തിലും ലയത്തിലുമുള്ള ഗാനരംഗങ്ങൾ ചിത്രീകരിച്ചതും ശ്രദ്ധേയമാണ്. ജ്യേഷ്ഠൻ ഷൈജു ഖാലിദ് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ മെത്തേഡാണ് അനുരാഗ കരിക്കിൻ വെള്ളത്തിൽ ജിംഷിയും സ്വീകരിച്ചിരിക്കുന്നത്. നമുക്ക് പരിചിതമായ സന്ദർഭങ്ങൾ എന്ന് പ്രേക്ഷകർക്ക് തോന്നിപ്പിക്കുന്ന വിധമാണ് അനുരാഗ കരിക്കിൻ വെള്ളത്തിന്റെ ഫ്രെയിമുകൾ ജിംഷി ഒരുക്കിയിരിക്കുന്നത്. കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുമാണ് ജിംഷിയുടെ വരവ്. പിതാവ് വി.പി. ഖാലിദ് തിയേറ്റർ ആർട്ടിസ്റ്റും സിനിമ സീരിയൽ നടനുമാണ്. ജ്യേഷ്ഠൻ ഷൈജു ഖാലിദിനെ റോൾ മോഡൽ ആക്കിയാണ് സഹോദരങ്ങളായ റഹ്മാനും ഷൈജുവും സിനിമയിലേക്ക് എത്തിയത്. അനുരാഗ കരിക്കിൻ വെള്ളം എന്ന സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ഈ സിനിമയുടെ ക്യാമറാമാൻ ആകാനുള്ള ശ്രമമൊന്നും ജിംഷിക്കുണ്ടായിരുന്നില്ലത്രേ. ഈ സിനിമയുടെ പ്രാരംഭ ഘട്ടങ്ങളിൽ ആൽബി ആന്റണിയെ ഛായാഗ്രഹണം ഏൽപ്പിക്കാനായിരുന്നു സംവിധായകൻ ഖാലിദ് റഹ്മാന്റെ തീരുമാനം. എന്നാൽ ഇതേ സമയം ദിലീപ് നായകനായ കിങ് ലെയറിന്റെ ഛായാഗ്രഹണം ഏറ്റിരുന്നതിനാൽ ആൽബി ഈ സിനിമയിൽ നിന്നും പിന്മാറി. തുടർന്ന് ജിംഷി ഖാലിദിലേക്ക് അനുരാഗ കരിക്കിൻ വെള്ളത്തിന്റെ ഛായാഗ്രഹണം എത്തുകയായിരുന്നു. മലയാള സിനിമയിൽ വരും കാലം ജിംഷിയുടേതും കൂടിയാകുമെന്നുള്ളത് തീർത്തു പറയാം.